തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ 6 പേരിൽ ഒരാളെ മാത്രം തിരിച്ചെടുത്ത സംഭവത്തിൽ കൊടിയത്തൂർ UDFിൽ പ്രതിസന്ധി. 2025 നവംബർ 26-ന് കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്ത ഷറഫലി ചെറുവാടിയെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് തിരിച്ചെടുത്തത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് കൊടിയത്തൂരിൽ നിന്ന് പുറത്താക്കിയയാളെ UDF നേതൃത്വം അറിയാതെ തിരിച്ചെടുത്ത കോൺഗ്രസ് നിലപാടിനെതിരെയാണ് കൊടിയത്തൂർ UDFിൽ പ്രതിഷേധം പുകയുന്നത്. UDF തീരുമാനം ലംഘിച്ച് UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുകയും UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത കുട്ടിയസൻ പരവരിയിൽ മറിയം കുട്ടിയസൻ, റഷീദ് മാണി പഴംപറമ്പ്, ബഷീർ കുന്താണിക്കാവ്, ഷറഫലി ചെറുവാടി, KT ലത്തീഫ് എന്നിവരെയാണ് 2025 നവംബർ 26-ന് കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നത്. ഇതിൽ ഷറഫലി ചെറുവാടിയെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി തിരിച്ചെടുത്തത്. ഇതിനെതിരെ മുസ്ലിം ലീഗാണിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതയെ നിർത്തുകയും വിജയിച്ച വിമതയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായി നിരവധി ശ്രമങ്ങളും നടന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സെപ്റ്റംബർ 24-ന് ചെറുവാടിയിൽ UDF നേതൃത്വത്തിൽ യോഗം ചേരുകയും പ്രദേശത്ത് UDF കമ്മിറ്റികൾ രൂപീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷവും ആരെങ്കിലും UDF സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചാൽ അതത് പാർട്ടികൾ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും ഇത് പാർട്ടിയിൽ നിന്ന് ആജീവനാന്തം പുറത്താക്കലായിരിക്കുമെന്നും തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. UDF ലൈസൺ കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനത്തിൽ UDF കൺവീനർ UP മുഹമ്മദ്, ചെയർമാൻ KV അബ്ദുറഹ്മാൻ, സുജാ ടോം, PG മുഹമ്മദ് എന്നിവർ ഒപ്പുവെച്ച് കരാറാക്കുകയും ചെയ്തിരുന്നു. ഈ തീരുമാനം ജില്ലാ UDFിനെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ കമ്മിറ്റികളെയും അറിയിക്കുന്നതിനും പഞ്ചായത്ത് UDF കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ തീരുമാനത്തിന് വിരുദ്ധമായാണിപ്പോൾ ഷറഫലിയെ മാത്രമായി തിരിച്ചെടുത്തതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച ചെറുവാടി വാർഡിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ പിന്തുണയോടെയാണ് തിരിച്ചെടുത്തതെന്ന് ലീഗ് ആരോപിക്കുന്നു. വാർഡ് ലീഗ് കമ്മിറ്റി ഭാരവാഹികളോട് പോലും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെന്നും ഇവർ പറയുന്നു. സംഭവം UDFിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും അടുത്ത UDF യോഗത്തിൽ വിഷയമുന്നയിക്കുമെന്നും UDF ചെയർമാൻ KV അബ്ദുറഹ്മാൻ പറഞ്ഞു. നിലവിൽ ചെറുവാടി മേഖലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഷറഫലിയെ തിരിച്ചെടുത്തതെന്നാണ് മണ്ഡലം കോൺഗ്രസിൻ്റെ ചുമതല വഹിക്കുന്ന DCC സെക്രട്ടറി CJ ആൻ്റണിയുടെ പ്രതികരണം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.